ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 3യുടെ ബാക്കി പോർഷൻസ് നോക്കാം. മൊഡ്യൂൾ 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി പോർഷൻസാണ് ഇന്ന് നോക്കുന്നത്. പാർലമെൻറ്റിനെ പറ്റിയാണ് ഇന്ന് നോക്കുന്നത്. ദ പാർലമെൻറ്റ് ഈസ് ദ ലെജിസ്ലേറ്റീവ് ഓർഗൻ ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് ഓർഗനാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. Article 79 to 122 in Part 5th of the Constitution deals with the organization, composition, duration, officers, procedures, privileges, power of the Parliament. പാർലമെൻറ്റിൻ്റെ A to Z കാര്യങ്ങളും പറയുന്നത് ആർട്ടിക്കിൾ 79 to 122 ആണ് പറയുന്നത്. ഓർഗനൈസേഷൻ ഓർ കോമ്പോസിഷൻ ഓഫ് പാർലമെൻറ്റ്. ഇനി പാർലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, എന്തൊക്കെ ചേരുന്നതാണ് പാർലമെൻറ്റ് എന്ന് നോക്കാം. അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്: ദ പ്രസിഡൻറ്റ്, ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഹൗസ് ഓഫ് പീപ്പിൾ. അപ്പം 3 ഘടകങ്ങൾ ചേരുന്നതാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ? പ്രസിഡൻറ്റ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഈസ് അതർവൈസ് കാൾഡ് രാജ്യസഭ, ആൻഡ് ഹൗസ് ഓഫ് പീപ്പിൾ that is otherwise called Lok Sabha. The Rajya Sabha is the upper house and Lok Sabha is the lower house. രാജ്യസഭയെ പറയുന്ന പേരാണ് അപ്പർ ഹൗസ് അല്ലെങ്കിൽ സെക്കൻഡ് ചേംബർ എന്നും, ഇനി ലോക്സഭ ഈസ് ദ ലോവർ ഹൗസ് ഓർ ദ ഫസ്റ്റ് ചേംബർ ഓർ പോപ്പുലർ ഹൗസ് എന്നറിയപ്പെടുന്നു. Though the President of India is not a member of either House of Parliament, he is an integral part of the Parliament. This is because a bill passed by both of the House of Parliament cannot become law without President's assent. അപ്പോൾ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഈ പാർലമെൻറ്റിലെ അംഗമാണെങ്കിലും ഒരിക്കലും ലോക്സഭയുടെയോ രാജ്യസഭയുടെയോ മെമ്പർ അല്ല പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു ബില്ല് നിയമമാകണമെങ്കിൽ ആ പ്രസിഡൻറ്റിൻ്റെ സൈൻ ഇല്ലാതെ എന്ത് ചെയ്യത്തില്ല, ബില്ല് നിയമമാവത്തില്ല. പക്ഷേ പ്രസിഡൻറ്റ് രാജ്യസഭയുടെയോ ലോക്സഭയുടെയോ അംഗമല്ല. പാർലമെൻറ്റിലെ ഒരു പ്രധാന ആളാണ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് രാജ്യസഭ അല്ലെങ്കിൽ അപ്പർ ഹൗസിനെ കുറിച്ചാണ്. കോമ്പോസിഷൻ ഓഫ് രാജ്യസഭ. The maximum strength of Rajya Sabha is fixed as 250, out of which 238 are to be representatives of state and union territories and 12 are nominated by the President. മൊത്തത്തിൽ രാജ്യസഭയിൽ 250 പീപ്പിളാണുള്ളത്. അതിൽ 238 മെമ്പേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റുകളിൽ നിന്നും യൂണിയൻ ടെറിട്ടറികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സ്. പിന്നെ 12 എണ്ണത്തിന് ഡയറക്റ്റ്, 12 പേരെ ഡയറക്റ്റ് പ്രസിഡൻറ്റിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 238 പേരെ ഇലക്ഷൻ വഴി എടുക്കുന്നതും 12 പേരെ പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്യുന്നതും. അപ്പോൾ നോക്കാം. റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്. ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് സ്റ്റേറ്റ് ഇൻ ദ രാജ്യസഭ ആർ ഇലക്റ്റഡ് ബൈ ദ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ദ സീറ്റ് ആർ അലോട്ടഡ് ടു സ്റ്റേറ്റ് ഇൻ രാജ്യസഭ ഓൺ ദ ബേസിസ് ഓഫ് പോപ്പുലേഷൻ. അതായത് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് സ്റ്റേറ്റ് ഇൻ രാജ്യസഭ ആർ ഇലക്റ്റഡ് ബൈ ദ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. രാജ്യസഭയിലേക്ക് ആൾക്കാരെ വോട്ട് ചെയ്തെടുക്കുന്നത് ആരാണ്? ഈ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. നമ്മുടെ സംസ്ഥാനത്തിനൊരു നിയമസഭ ആണല്ലോ, ആ നിയമസഭയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ് രാജ്യസഭയിലേക്ക് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ദ സീറ്റ്സ് ആർ അലോട്ടഡ് ഓൺ ദ സ്റ്റേറ്റ്. ഇനി ഓരോ സ്റ്റേറ്റിലും എത്ര ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് ആ സ്റ്റേറ്റിലെ പോപ്പുലേഷൻ അനുസരിച്ചിരിക്കും. അപ്പോൾ എല്ലാ സ്റ്റേറ്റിൽ നിന്നും കൂടെ ആൾക്കാർ വന്നിട്ടാണ് രാജ്യസഭയിലേക്ക് വോട്ട് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് റെപ്രസെൻറ്റേഷൻ ഓഫ് യൂണിയൻ ടെറിട്ടറീസ്. എങ്ങനെയൊക്കെയാണ് ആൾക്കാർ തിരഞ്ഞെടുക്കുന്നതെന്നാണ് പറയുന്നത്. ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഈച്ച് യൂണിയൻ ടെറിട്ടറി ഇൻ രാജ്യസഭ ആർ ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ആൻ ഇലക്ടറൽ കോളേജ് സ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ പർപ്പസ്. അപ്പോൾ ഓരോ യൂണിയൻ ടെറിട്ടറിയിലെയും റെപ്രസെൻറ്റേറ്റീവ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഈച്ച് യൂണിയൻ ടെറിട്ടറി ഇൻ ദ രാജ്യസഭ. രാജ്യസഭയിൽ യൂണിയൻ ടെറിട്ടറി മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവരെ ഇലക്ട് ചെയ്യുന്നത് ആരാണ്? ഇലക്ട്രൽ കോളേജ്. അതായത് ഒരു കൂട്ടം ആൾക്കാർ ചേരുന്ന ഇലക്ട്രൽ കോളേജാണ് അവരെ ഇലക്ട് ചെയ്യുന്നത്. ദെൻ നോമിനേറ്റഡ് മെമ്പേഴ്സ്. ഇനി 12 പേരെ പ്രസിഡൻറ്റിന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുക. ദ പ്രസിഡന്റ് നോമിനേറ്റ്സ് 12 മെമ്പേഴ്സ് ടു ദ രാജ്യസഭ ഫ്രം പീപ്പിൾ ഹൂ ഹാവ് സ്പെഷ്യലി നോളജ് ഓർ പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഇൻ ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ് ആൻഡ് സോഷ്യൽ സർവീസ്. കലയിലോ സാഹിത്യത്തിലോ അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലോ ഒക്കെ പ്രാഗൽഭ്യമുള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡൻറ്റിന് നേരിട്ട് നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
ദ ടെൻജർ ഓഫ് അപ്പർ ഹൗസ് ഈസ് 6 years. അപ്പോൾ രാജ്യസഭയുടെ കാലാവധി, രാജ്യസഭ ഒരു സ്ഥിര ഹൗസാണ്, പക്ഷേ രാജ്യസഭയിലെ ആൾക്കാരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. ദ രാജ്യസഭ ഈസ് എ കണ്ടിന്യൂയിങ് ആൻഡ് പെർമനൻറ്റ് ബോഡി ആൻഡ് നോട്ട് സബ്ജക്റ്റഡ് ടു ഡിസൊല്യൂഷൻ. രാജ്യസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, പക്ഷെ രാജ്യസഭയിൽ ഒരു മെമ്പറിന് നിൽക്കാനുള്ള കാലാവധിയാണ് 6 വർഷം. അപ്പം മൊത്തം എത്ര മെമ്പേഴ്സ് ഉണ്ട്? 250 മെമ്പേഴ്സിനെയും തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഈ പറഞ്ഞത്. ദെൻ അപ്പോൾ രാജ്യസഭ കഴിഞ്ഞു. ദെൻ ലോക്സഭ. ലോക്സഭ ഈസ് അതർവൈസ് കാൾഡ് ലോവർ ഹൗസ്. ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ലോക്സഭ ഈസ് ഫിക്സഡ് അറ്റ് 552. Out of this, 530 members are to be representatives of the state, 20 members are to be representatives of the union territory, and 2 members are to be nominated by president from the Anglo-Indian community. അപ്പോൾ ലോക്സഭയിൽ 552 മെമ്പേഴ്സാണ് ഉള്ളത്. അതിൽ 530 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്നവരാണ്. ഇനി 20 പേരെ യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ 2 പേരെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള 2 പേരെ പ്രസിഡൻറ്റിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 552 മെമ്പേഴ്സാണ് ലോക്സഭയിലുള്ളത്. ഇറ്റ്സ് നോർമൽ ടേം ഈസ് 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് മീറ്റിംഗ് ആഫ്റ്റർ ജനറൽ ഇലക്ഷൻ. അപ്പോൾ ലോക്സഭയുടെ ടേം എന്ന് പറയുന്നത് 5 വർഷമാണ്. ലോക്സഭ ഒരു പെർമനൻ്റ് ഹൗസ് അല്ല. ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഫസ്റ്റ് മീറ്റിംഗ് തുടങ്ങി 5 വർഷത്തേക്കാണ് ലോക്സഭയുള്ളത്. പിന്നെ 5 വർഷം കഴിയുമ്പോൾ ലോക്സഭ മാറിയിട്ട് പുതിയ ആൾക്കാരെ എടുക്കും. ഇനി ഇതുപോലെ രാജ്യസഭ പോലെ എങ്ങനെയൊക്കെയാണ് ഏത് രീതിയിലാണ് ഈ മെമ്പേഴ്സിനെ എടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്. ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സ്റ്റേറ്റ് ഇൻ ലോക്സഭ ആർ ഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ പീപ്പിൾ ഫ്രം ദ ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എലക്ട് ചെയ്യുന്ന മെമ്പേഴ്സും. ദെൻ സെക്കൻഡ് വൺ ഈസ് റെപ്രസെൻറ്റേഷൻ ഓഫ് യൂണിയൻ ടെറിട്ടറി. യൂണിയൻ ടെറിട്ടറിയെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നവരും. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് എംപവേർഡ് ദ പാർലമെൻറ്റ് ടു ചൂസ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറി ഇൻ ലോക്സഭ. അപ്പോൾ യൂണിയൻ ടെറിട്ടറി മെമ്പേഴ്സിന്, യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ യൂണിയൻ ടെറിട്ടറിയിൽ നമ്മുടെ ഡൽഹി പോലെ പുതുച്ചേരി പോലെ മാഹി പോലുള്ള യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെൻറ്റേറ്റീവ്സിനെ എടുക്കുന്നുണ്ട്. ദെൻ നോമിനേറ്റഡ് മെമ്പേഴ്സ്. ദ പ്രസിഡന്റ് ക്യാൻ നോമിനേറ്റ് 2 മെമ്പേഴ്സ് ഫ്രം ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? 2 മെമ്പേഴ്സിനെയും തിരഞ്ഞെടുക്കുക. അപ്പോൾ സ്റ്റേറ്റിൽ നിന്ന്, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന്, ആംഗ്ലോ ഇന്ത്യൻ കമ്മിറ്റിയിൽ, അങ്ങനെയാണ് ടോട്ടൽ 552 പേരെ ആക്കുന്നത്. മെമ്പർഷിപ്പ് ഓഫ് പാർലമെൻറ്റ്. ഇനി പാർലമെൻറ്റിൽ മെമ്പർ ആവണമെങ്കിൽ എന്തൊക്കെ വേണം എന്നാണ് പറയുന്നത്. അതായത് ബോത്ത് രാജ്യസഭയിലും ലോക്സഭയിലും ആവാൻ മെമ്പേഴ്സിന് വേണ്ടുന്ന അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെയാണ് നോക്കുന്നത്. ക്വാളിഫിക്കേഷനാണ് നോക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലേസ് ഡൗൺ ദ ഫോളോയിങ് ക്വാളിഫിക്കേഷൻ ഫോർ എ പേഴ്സൺ ടു ബി ചൂസൺ ആസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. ഇനി ഒരു MP ആവണമെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം? ഹി മസ്റ്റ് ബി എ ഇന്ത്യൻ സിറ്റിസൺ. ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ഈസ് അയാൾ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. ഹി മസ്റ്റ് നോട്ട് ലെസ് ദാൻ 30 years ഓഫ് ഏജ് ഇൻ ദ കേസ് ഓഫ് രാജ്യസഭ ആൻഡ് നോട്ട് ലെസ് ദാൻ 25 years ഓഫ് ഏജ് ഇൻ ദ കേസ് ഓഫ് ലോക്സഭ. 30 വയസ്സിൽ കുറയാതെ ഉള്ളവർക്ക് മാത്രമേ രാജ്യസഭയിലേക്കും 25 വയസ്സിൽ കുറയാതെ ഉള്ളവർക്ക് മാത്രമേ ലോക്സഭയിലേക്കും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നോമിനേറ്റ് ചെയ്ത് വരാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇതെടുത്ത് ഇലക്ഷനിലൂടെ വരാൻ പറ്റത്തുള്ളൂ. ഹി മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ എനി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഇഫ് ഹി വാണ്ട്സ് ടു കോൺടെസ്റ്റ് എ സീറ്റ് റിസർവ് ഫോർ ദം. അപ്പോൾ ഇനി റിസർവേഷൻ ഉള്ള സീറ്റുകളിലേക്ക് വരണമെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിലെയോ ഷെഡ്യൂൾഡ് ട്രൈബിലെയോ മെമ്പർ ആയിരിക്കണം. റിസർവേഷൻ സീറ്റിലേക്ക് വരുന്ന ആൾക്കാർ അതിനുള്ള പ്രൂഫ് വേണം, എന്നാലേ ആ സീറ്റിലേക്ക് മത്സരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ. എന്തൊക്കെ കാരണങ്ങളാൽ മെമ്പേഴ്സിനെ രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും എടുക്കാതിരിക്കും, പാർലമെൻറ്റ് മെമ്പർ ആക്കാതിരിക്കാൻ എന്തൊക്കെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻ? അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എ പേഴ്സൺ ഷാൽ ബി ഡിസ്ക്വാളിഫൈഡ് ഫോർ ബീയിങ് ഇലക്റ്റഡ് ആസ് മെമ്പർ ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റ് ഇലക്ഷനിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് നോക്കാം. ഇഫ് ഹീ ഈസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് സ്റ്റാൻഡ് ടു ഡിക്ലെയർ ബൈ എ കോർട്ട്. അതായത് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ള ആ ഒരു പ്രൂഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനോ ഇലക്ഷൻ നിൽക്കാനോ ഒന്നും പറ്റില്ല. If he is not a citizen of India, has voluntarily acquired the citizenship of foreign state. ഇപ്പോൾ ഇന്ത്യയിൽ ജനിച്ച ആളാണ്, പക്ഷേ വർഷങ്ങളായി പുറത്ത് എന്ത് ചെയ്യാണ്, ജോലി ചെയ്തിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ള ആളാണെങ്കിലും ഇവിടെ പാർലമെൻറ്റിലേക്ക് പറ്റില്ല.
ഹീ ഈസ് ഡിസ്ക്വാളിഫൈഡ് അണ്ടർ എനി ലോ മെയ്ഡ് ബൈ പാർലമെൻറ്റ്. ഇനി പാർലമെൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ നിയമം പ്രകാരം ഇയാൾ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഡിസ്ക്വാളിഫൈ ചെയ്യാം. He must not have been found guilty of certain election offences or corrupted practice in elections. അതായത് ഈ കോഴ വാങ്ങുക അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുക അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിനൊക്കെ മുമ്പ് ഇപ്പോൾ ഉദ്യോഗസ്ഥനായിട്ട് ഇരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഈ ഒരു പ്രശ്നത്തിലൊക്കെ എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ എടുക്കില്ല. He must not have been convicted for any offence resulting in imprisonment or 2 or more years. 2 അതിലധികം വർഷമോ ജയിലിൽ കിടന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസിലൊക്കെ പ്രതിയായ ആൾക്കാരെയും പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കാൻ അവർക്ക് വരാൻ പറ്റില്ല. ഹി മസ്റ്റ് നോട്ട് ബീൻ ഡിസ്മിസ്ഡ് ഫ്രം ഗവൺമെൻറ് സർവീസസ് ഫോർ കറപ്ഷൻ ഓർ ഡിസ്ലോയലിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. അതായത് നമ്മുടെ സംസ്ഥാനത്തിനോടോ രാജ്യത്തിനോടോ ഡിസ്ലോയലിറ്റി കാണിക്കുകയോ അല്ലെങ്കിൽ കൈക്കൂലി കേസിലോ ഒക്കെ എന്ത് ചെയ്യുക സസ്പെൻഡ് ചെയ്ത ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും അവർക്കും പാർലമെൻറ്റ് ഇലക്ഷന് പങ്കെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക്, അതായത് മാനസികമായിട്ട് പ്രശ്നമുള്ളവർക്കോ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്തവർക്ക്, പിന്നെ പാർലമെൻറ്റ് പറയുന്നതനുസരിച്ച് ഡിസ്ക്വാളിറ്റി ഉള്ളവർക്ക്, പിന്നെ എന്തെങ്കിലും രീതിയിൽ ഗിൽറ്റിയോ ഇലക്ഷൻ ഒഫൻസോ കറപ്ഷനോ ഒക്കെ നടത്തുന്നവർക്ക്, അതുപോലെ തന്നെ പ്രിസണർ ആയിരുന്ന ആൾക്കാർക്ക്, ഗവൺമെൻറ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആൾക്കാരെ ഒന്നും പാർലമെൻറ്റ് ഇലക്ഷന് പങ്കെടുക്കാനായിട്ട് പറ്റില്ല. What are the functions of parliament? First one is legislative power and functions. The primary function of parliament to make laws for government of the country. ഒരു കൺട്രിയിൽ നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ് പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ. Then second one is executive powers and functions. It also supervises the activities of executive with the help of its committees like Committee on Government Assurance, Committee on Subordinate Legislation, Committee on Petitions, etc. അതായത് എക്സിക്യൂട്ടീവ് പവേഴ്സ് ആണ് പറയുന്നത്. എക്സിക്യൂട്ടീവ്സിൻ്റെ ആക്ടിവിറ്റീസിനെ സൂപ്പർവൈസ് ചെയ്യും. കമ്മിറ്റീസ്, ഗവൺമെൻറ് അഷുറൻസ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യാനും പാർലമെൻറ്റിൻ്റെ ഫംഗ്ഷനാണ്. ഫിനാൻഷ്യൽ പവർ ആൻഡ് ഫംഗ്ഷൻസ്. The enactment of budget, tax matter, etc. ബഡ്ജറ്റ് അവതരണം, ടാക്സ് മാറ്റർ പോലുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളിലുള്ള ഫംഗ്ഷൻ. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻ. അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ് കോൺസെപ്റ്റ് ഫ്രം പാർലമെൻറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി വരുത്താനുള്ള അവകാശം, ആ ഫംഗ്ഷൻസ് എല്ലാം പാർലമെൻറ്റിനാണ്. ജുഡീഷ്യൽ പവർ ആൻഡ് ഫംഗ്ഷൻസ്. ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റ്, റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ്, എക്സെട്ര. ഇംപീച്ച്മെൻ്റ് ഒക്കെ നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ പാർട്ടിൽ പഠിച്ചതാണ്. പ്രസിഡന്റിനെ വേണ്ടാന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് ഇംപീച്ച് ചെയ്ത് കളയാനും ഒക്കെ അധികാരം ആർക്കുണ്ട്? പാർലമെൻറ്റിനുണ്ട്. ഇലക്ട്രൽ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ്. ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. ലോക്സഭ ഇലക്ട്സ് ഇറ്റ്സ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ, വൈൽ രാജ്യസഭ ഇലക്ട്സ് ദ ഡെപ്യൂട്ടി ചെയർമാൻ. അതുപോലെ തന്നെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഇലക്ട് ചെയ്യാനുള്ള പവർ പാർലമെൻറ്റിനാണ്. ലോക്സഭയാണ് സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും ഇലക്ട് ചെയ്യുന്നത്. രാജ്യസഭയാണ് ഡെപ്യൂട്ടി ചെയർമാനെ ഇലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ലെജിസ്ലേറ്റീവ് പവർ ആൻഡ് ഫംഗ്ഷൻസ്, എക്സിക്യൂട്ടീവ് പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ്, ഫിനാൻഷ്യൽ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻ, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ്, ജുഡീഷ്യൽ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ്, ഇലക്ട്രൽ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ്. Then union judiciary. The Indian Constitution has established an integrated judicial system with the Supreme Court at the top and a High Court below it. Under a High Court, there is a hierarchy of subordinate courts, that district court and other law courts. ഇനി ഇന്ത്യൻ ജുഡീഷ്യറി എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും മേലെ സുപ്രീം കോർട്ട്, പിന്നെ തൊട്ട് താഴെ ഹൈക്കോർട്ട്, പിന്നീട് അപ്പോൾ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ ഒരു സുപ്രീം കോർട്ട്, പിന്നെ ഓരോ സ്റ്റേറ്റിനും ഹൈക്കോർട്ട്സ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കോർട്ട്സ്, മുനിസിപ്പൽ കോർട്ട്സ്, അങ്ങനെ ലോവർ കോർട്ട്സ് കാണും. അപ്പോൾ ഇതാണ് മൊത്തത്തിലൊരു യൂണിയൻ ജുഡീഷ്യറി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി സുപ്രീം കോർട്ടിനെ കുറിച്ച് നോക്കാം. The Supreme Court of India was inaugurated on January 28, 1950. Article 124 to 147 in Part 5 of the Constitution deals with the organization, independence, jurisdiction, powers, procedures and so on of സുപ്രീം കോർട്ട്. അപ്പോൾ സുപ്രീം കോർട്ട് ഇനാഗുറേറ്റ് ചെയ്തത് 1950 ജാനുവരി 28-നാണ്. ഇനി സുപ്രീം കോർട്ടിനെ പറ്റി പറയുന്ന സുപ്രീം കോർട്ടിൻ്റെ എല്ലാത്തിനെയും കുറിച്ച് എല്ലാ കാര്യങ്ങളെയും പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 124 to 147 ഇൻ പാർട്ട് 5. ഓക്കെ, അപ്പോൾ നമുക്ക് സുപ്രീം കോർട്ടിൻ്റെ കാര്യങ്ങൾ നോക്കാം.
കോമ്പോസിഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജ്. സുപ്രീം കോർട്ട് ആകുമ്പോൾ ഒരു ജഡ്ജ് ഉണ്ടാവും. അപ്പോൾ ജഡ്ജിൻ്റെ കോമ്പോസിഷൻസും അതിൻ്റെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളുമാണ് നോക്കുന്നത്. അറ്റ് പ്രസൻറ്റ് ദി സുപ്രീം കോർട്ട് കൺസിസ്റ്റ് ഓഫ് 34 ജഡ്ജസ്. ഇപ്പോൾ 34 ജഡ്ജിമാരാണ് നിലവിലുള്ളത്. ഒരു ചീഫ് ജസ്റ്റിസും 33 അതർ ജഡ്ജസുമാണ് എന്നുള്ള സുപ്രീം കോർട്ടിലുള്ളത്. ഇനി എങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് എന്ന് നോക്കാം ജഡ്ജസിൻ്റെ. ദ ജഡ്ജീസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ്. സുപ്രീം കോർട്ട് ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. The Chief Justice is appointed by the President after consultation with the such judges of Supreme Courts and High Court as he deems necessary. അപ്പോൾ ബാക്കിയുള്ള ജഡ്ജീസിനെയൊക്കെ കണ്ട് എല്ലാം നോക്കിയിട്ട് അവരിൽ ഒരാളെ എന്ത് ചെയ്യും? ജഡ്ജീസിൽ ഒരാളെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് പ്രസിഡന്റ് തന്നെ നിയമിക്കും. ദ അതർ ജഡ്ജീസ് ആർ അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡന്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ ചീഫ് ജസ്റ്റിസ്. അപ്പോഴെന്ത് ചെയ്യും? ഇനി പിന്നീട് ചീഫ് ജസ്റ്റിസിനെ ഇപ്പം ചീഫ് ജസ്റ്റിസുമായിട്ട് ഇത് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ, ബാക്കി ഏതൊക്കെ ജഡ്ജീസ് വേണം, എത്ര പേര് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഈ ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടി ആലോചിച്ചിട്ട് പിന്നെ പ്രസിഡന്റാണ്. അപ്പം മൊത്തത്തിൽ ചീഫ് ജസ്റ്റിസിനെയും ബാക്കി ജഡ്ജീസിനെയും എല്ലാവരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇപ്പോൾ സുപ്രീം കോർട്ടിൽ 34 ജഡ്ജസാണുള്ള ഒരു ചീഫ് ജസ്റ്റിസും 33 ജഡ്ജീസും. ഓക്കെ. ക്വാളിഫിക്കേഷൻ ഓഫ് ജഡ്ജീസ്. ജഡ്ജീസിൻ്റെ ക്വാളിഫിക്കേഷൻസ് നോക്കാം. എ പേഴ്സൺ ടു ബി അപ്പോയിൻറ്റഡ് ആസ് എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഷുഡ് ഹാവ് ദ ഫോളോയിങ് ക്വാളിഫിക്കേഷൻസ്. ഹി ഷുഡ് ബി എ ഇന്ത്യൻ സിറ്റിസൺ. ഇനി ഇത് എല്ലാത്തിലും വരുന്ന ഫസ്റ്റ് പോയിൻ്റാണ്, മസ്റ്റായിട്ടും അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. ഹി ഷുഡ് ബി ഹാവ് ബീൻ ജഡ്ജി ഓഫ് എ ഹൈ കോർട്ട് ഫോർ 5 years. ഒരു ഹൈക്കോർട്ട് ജഡ്ജി 5 വർഷമോ അതിൽ കൂടുതലോ ഹൈക്കോർട്ട് ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ച ഒരാൾക്ക് മാത്രമേ ചീഫ് ജസ്റ്റിസ് പദവിയിലേക്ക് എത്താൻ പറ്റൂ. ഹി ഷുഡ് ഹാവ് ബി ആൻ അഡ്വക്കേറ്റ് ഓഫ് ഹൈക്കോർട്ട് ഫോർ 10 years. അപ്പം അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് 10 years ഒരു ഹൈക്കോടതിയിൽ സേവനം അനുഷ്ഠിച്ച ആളായിരിക്കണം. ഹി ഷുഡ് ബി ഡിസ്റ്റിങ്ക്വിഷ്ഡ് ജൂറിസ്റ്റ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ പ്രസിഡന്റ്. അപ്പോഴെന്താണ്? പ്രസിഡന്റിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് എന്ത് ചെയ്യും ആണ് അദ്ദേഹം കാര്യങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതും ബാക്കി അദ്ദേഹത്തിൻ്റെ പവേഴ്സും ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചീഫ് എന്താവുന്നത് പേഴ്സണ്, ഒരു സുപ്രീം കോർട്ട് ജഡ്ജി ആവണമെങ്കിൽ ഒരു പേഴ്സണിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസാണ് ഈ പറഞ്ഞത്. ജൂറിസ്ഡിക്ഷൻ ആൻഡ് പവേഴ്സ് ഓഫ് സുപ്രീം കോർട്ട്. പിന്നെ സുപ്രീം കോർട്ടിൻ്റെ പവറിനെ ആണ് പറയുന്നത്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. The Supreme Court decided the dispute between different units of Indian Federation. അപ്പോൾ എന്താണ് ഇന്ത്യൻ ഫെഡറേഷൻ? മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ നിയമനിർമ്മാണം നോക്കുന്നതെല്ലാം ആരാണ്? സുപ്രീം കോർട്ടാണ് നോക്കി നടത്തുന്നത്. ഇനി റിട്ട് ജൂറിസ്ഡിക്ഷൻ. ദ സുപ്രീം കോർട്ട് ഈസ് എംപവേർഡ് ടു ഇഷ്യൂ റിട്സ് ഇൻക്ലൂഡിംഗ് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, co-warrant or certiorari for the enforcement of the fundamental rights. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് 5 റിട്ടുകളാണുള്ളത്. അത് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നതാണ് റിട്ട്. അപ്പോൾ ഓരോന്നിനെയും പറ്റി അന്ന് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിട്ടിനേക്ക് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഉള്ളതും ആർക്കാണ്? ഈ സുപ്രീം കോർട്ടിനാണ്. അപ്പീലിയേറ്റ് ജൂറിസ്ഡിക്ഷൻ. The Supreme Court is primarily a court of appeal and hear appeals against the judgment of lower court. ഇപ്പം നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ, ഹൈക്കോർട്ടിൽ ഒരു കേസ് നടന്നു, അതിന് അപ്പീൽ സുപ്രീം കോടതിയിൽ കൊടുത്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ ഇപ്പോൾ ഹൈക്കോർട്ടിലൊരു കേസ് നടന്നിട്ട് അതിനൊരു വിധി വന്നു, ആ വിധിയിൽ തൃപ്തരല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീൽ കൊടുക്കുക. ആ അപ്പീൽ കേൾക്കാനും അപ്പീലിന് പരിഹാരം കാണുന്നതും എവിടെയാണ്? പിന്നെ സുപ്രീം കോർട്ടിലാണ്. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. The Constitution authorizes the President to seek opinion of the അപ്പോഴെന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 143 അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പ്രസിഡന്റിന് ഒപ്പീനിയൻസ് സീക്ക് ചെയ്യാനുള്ള, അതുപോലെ തന്നെ ഈ എന്തെങ്കിലും പാർലമെൻറ്റിലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രസിഡന്റിനോട് എന്ത് ചെയ്യാൻ പറ്റും? ഒപ്പീനിയൻ നോക്കാനും, അതായത് പ്രസിഡന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാനും അങ്ങനെയുള്ള ഒരു ഫങ്ഷനും എന്ത് ചെയ്യുന്നുണ്ട്? സുപ്രീം കോർട്ടിനുണ്ട്. A court of record. The judgment, proceeding and act of Supreme Court are recorded for perpetual memory and testimony. അപ്പോൾ എന്താണ്? ഈ
ജഡ്ജ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ്സ് ആയിട്ട് ഈ സുപ്രീം കോർട്ടിൽ സൂക്ഷിക്കുന്നുണ്ട്. ഓരോ ജഡ്ജ്മെൻറ്റും പിന്നെ ഓരോ ആക്ട് ഓഫ് സുപ്രീം കോർട്ടും കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ വലിയ വലിയ കാര്യങ്ങളുടെയൊക്കെ വിധി വരിക, സുപ്രീം കോർട്ട് വിധി വരിക എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പം സുപ്രീം കോർട്ടാണ് ഏറ്റവും ലാസ്റ്റ് വാക്കെന്ന് പറയുന്നത്, നമ്മുടെ നിയമനിർമ്മാണത്തിന് ലാസ്റ്റ്. ഇപ്പം സുപ്രീം കോർട്ട് ഇവിടെ ന്യൂഡൽഹിയിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം കേരളത്തിനൊരു ഹൈക്കോർട്ടുണ്ട്. അതുപോലെ എല്ലാ സ്റ്റേറ്റിനും എന്ത് കാണും, ഹൈക്കോർട്ട് കാണും. അപ്പോൾ ഹൈക്കോർട്ട് പറ്റാത്ത കേസുകളെല്ലാം സുപ്രീം കോർട്ടിൽ പോയിട്ട് സുപ്രീം കോർട്ടിൽ നിന്ന് വലിയ വലിയ കേസുകളുടെയൊക്കെ വിധി വരുന്നു എന്നൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടില്ലേ. Then power of judicial review. It is the power of Supreme Court to examine the constitutionality of legislative enactments and executive orders of both central and state government. സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ ഓർഡേഴ്സും ഒക്കെ പരിശോധിക്കാനും പുനഃപരിശോധിക്കാനും അത് എക്സാമിൻ ചെയ്യാനും ഒക്കെ ഉള്ള പവറും സുപ്രീം കോർട്ടിനാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ്റർപ്രിട്ടേഷൻ. ദി സുപ്രീം കോർട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ആൻഡ് ഫൈനൽ of the constitution. It is the guardian of constitution and guarantor of fundamental rights of the citizen. പറഞ്ഞില്ലേ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അവസാന വാക്കെന്ന് പറയുന്നതാണ് സുപ്രീം കോർട്ട്. ആദ്യമേ ഇപ്പോൾ ഒരു കേസ് നടന്നു, ഇപ്പോൾ ഹൈക്കോർട്ടിൽ നമുക്ക് തൃപ്തമായ വിധി വന്നില്ല, നമുക്ക് അപ്പീൽ സുപ്രീം കോർട്ടിൽ കൊടുക്കാം. അപ്പോൾ സുപ്രീം കോർട്ടാണ് ലാസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ ലാസ്റ്റ് വാക്കെന്ന് പറയുന്നത് സുപ്രീം കോർട്ടിൻ്റെയാണ്. ഇനി അതല്ലാതെ അതർ പവേഴ്സ് എന്തൊക്കെയാണ്? ടു ഡിസൈഡ് ദ ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിസൈഡ് ചെയ്യുന്നത് സുപ്രീം കോർട്ടാണ്. ഇറ്റ് എൻക്വയേഴ്സ് ഇൻ ടു ദ കണ്ടക്ട് ആൻഡ് ബിഹേവിയർ ഓഫ് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓൺ എ റെഫറൻസ് മെയ്ഡ് ബൈ ദ പ്രസിഡന്റ്. ദിസ് ലോ ഈസ് ബൈൻഡിങ് ഓൺ ആൾ കോർട്സ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് ആൾക്കാരെയൊക്കെ നിയമിക്കുമ്പോൾ അവരുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ നോക്കുന്നത് സുപ്രീം കോർട്ടാണ്. അതുപോലെ തന്നെ എല്ലാ ഹൈക്കോർട്ടുകളിലും എന്ത് ചെയ്യും, ലോ ബൈൻഡ് ചെയ്ത് വിടുന്നതും ഒക്കെ സുപ്രീം കോർട്ടിൻ്റെ പവേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു പവേഴ്സ്? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, റിട്ട് ജൂറിസ്ഡിക്ഷൻ, അപ്പീലിയേറ്റ് ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, a court of record, power of judicial review, constitutional interpretation and other powers. ഇത്രയാണ് നമ്മുടെ സുപ്രീം കോർട്ടിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത്. Then appeal by special leave. It is a special power of Supreme Court. The Supreme Court is authorized to grant its discretion special leave to appeal from any judgment in any matter passed by any court or tribunal in the country. അതാണ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പീലോ സ്പെഷ്യൽ ലീവിനുള്ള കഴിവ് സുപ്രീം കോർട്ടിലുണ്ട്. അതായത് നമ്മുടെ വേറെ ഏതെങ്കിലും ഹൈക്കോർട്ടുകളിലോ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലോ കോർട്ടിൽ വരുന്ന ആ ഒരു അപ്പീൽ വരൂലേ, അപ്പീൽ വരുമ്പോഴത്തേക്കിന് അതിനെതിരെ എന്ത് ചെയ്യുക, ഇവർ പറഞ്ഞതിന് എതിരെ വിധി പറയാനുള്ള കഴിവും അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ചെയ്ത് വെക്കാനും ഒക്കെ ഉള്ള കഴിവ് ആർക്കുണ്ട്? സുപ്രീം കോർട്ടിനുണ്ട്. അത് എക്സെപ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ മിലിറ്ററി ട്രിബ്യൂണലിൽ കോർട്ട് മാർഷ്യലൊക്കെ ഉണ്ടല്ലോ, മിലിറ്ററി കോർട്ടിലൊക്കെ വരുന്നതുണ്ടല്ലേ, അതിൽ പിന്നെ സുപ്രീം കോർട്ടിൽ അപ്പീൽ പോകാനൊന്നും പറ്റില്ല. ബാക്കി ഹൈക്കോർട്ടിലും കാര്യങ്ങളിലൊക്കെ വരുന്നത് ഇങ്ങോട്ടത്തേക്ക് പോകാനായിട്ട് പറ്റും. അതാണ് അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ് എന്ന് പറയുന്ന സുപ്രീം കോർട്ടിൻ്റെ ആ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. പാർലമെൻറ്റിനെ പറ്റി പഠിച്ചു. പാർലമെൻറ്റിൻ്റെ 2 ഹൗസസ്, രാജ്യസഭ ആൻഡ് ലോക്സഭ. അതിൽ മെമ്പേഴ്സിൻ്റെ കാര്യം, കോമ്പോസിഷൻ ഓഫ് മെമ്പേഴ്സ് പഠിച്ചു, അവരുടെ ക്വാളിഫിക്കേഷൻസ് പഠിച്ചു, ഡിസ്ക്വാളിഫൈ ആവുന്ന കേസ് പഠിച്ചു, പാർലമെൻറ്റിൻ്റെ ഫങ്ഷൻ പഠിച്ചു, യൂണിയൻ ജുഡീഷ്യറിയിൽ സുപ്രീം കോർട്ട് പഠിച്ചു, സുപ്രീം കോർട്ടിൻ്റെ കോമ്പോസിഷൻ, ജഡ്ജീസിൻ്റെ അപ്പോയിൻമെൻറ്റ്, അവരുടെ ക്വാളിഫിക്കേഷൻ, ദെൻ പവേഴ്സ് ഓഫ് സുപ്രീം കോർട്ട് നോക്കി, പിന്നെ അപ്പീൽ ഓഫ് സ്പെഷ്യൽ ലീവ് പഠിച്ചു. അപ്പോൾ എത്ര ആയപ്പോഴത്തേക്കിനും നമ്മുടെ 3rd മൊഡ്യൂൾ കഴിഞ്ഞു. അപ്പോൾ 3rd മൊഡ്യൂളിൽ നമ്മൾ ഇതേപോലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വന്നേ. ഇനി നമ്മൾ പഠിക്കാൻ പോണത് 4th മൊഡ്യൂൾ. ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. നമ്മൾ ഇത്രയും നേരം സെൻട്രൽ ഫുൾ ഇന്ത്യയുടെ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ ഇതേപോലെ നിയമനിർമ്മാണത്തിലുള്ള ആൾക്കാരുടെ പേര്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സിനെ പറ്റിയും സ്റ്റേറ്റ് ലെജിസ്ലേഷനെ പറ്റിയും സ്റ്റേറ്റ് ജുഡീഷ്യറി. നേരത്തെ നമ്മൾ യൂണിയൻ്റെയാണ്, അതായത് സെൻട്രൽ ഗവൺമെൻറ് മൊത്തത്തിലുള്ള ഇന്ത്യ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി നമ്മുടെ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ 4th മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്.
State Executive. The State Executive consists of Governor, Chief Minister, Council of Ministers and Advocate General of the State. അപ്പോൾ നമ്മൾ എന്താണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സ് ഗവർണറുണ്ട്, ചീഫ് മിനിസ്റ്റർ ഉണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ്. ഇതേപോലെ നമ്മൾ നേരത്തെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, വൈസ് പ്രസിഡന്റ് പഠിച്ചു. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ വരുമ്പോൾ ആരാണ്? ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി, ഗവർണർ, ആദ്യം ഗവർണർ, പിന്നെ മുഖ്യമന്ത്രി, പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പിന്നെ അഡ്വക്കേറ്റ് ജനറൽ, അറ്റോർണി ജനറൽ പഠിച്ചില്ലേ, അതുപോലെ സ്റ്റേറ്റിൽ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചും പഠിക്കണം. The Part 6 of the Constitution deals with the government in the state. ഓരോ സ്റ്റേറ്റിലെയും ഗവൺമെൻറ്റിനെ പറ്റി പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ 6ാം ഭാഗത്തിലാണ്. ആർട്ടിക്കിൾ ഏതാണ്? 153 to 167. There is no office for vice governor like a vice president in the state. അപ്പോൾ നമ്മൾ വൈസ് പ്രസിഡന്റിനെ പറ്റി പഠിച്ചു. പ്രസിഡന്റിൻ്റെ എല്ലാ പവറുള്ള ആളായിരുന്നു വൈസ് പ്രസിഡന്റ് അല്ലേ. അതുപോലെ ഗവർണറിൻ്റെ വൈസ് ഗവർണർ ഓഫീസൊന്നും സ്റ്റേറ്റുകളിൽ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഗവർണറെ പറ്റി നോക്കാം. ദ ഗവർണർ ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നതാണ് ഗവർണർ. ദ ഗവർണർ ആൾസോ ആക്ട് ആസ് ആൻ ഏജന്റ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ട് ഓരോ സ്റ്റേറ്റിൽ നിന്നും ആക്ട് ചെയ്യുന്ന ആളാണ് ഗവർണർ എന്ന് പറയുന്നത്. Usually, there is a governor for each state, but 7th Constitutional Amendment Act of 1956 facilitated the appointment of same person as governor for 2 or more states. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും ഓരോ ഗവർണറുണ്ട്. പക്ഷേ 1956 7ാം ഭേദഗതി പ്രകാരം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിൽ ഗവർണറായിട്ടിരിക്കാൻ പറ്റും എന്ന് ആ ഒരു അമെൻമെൻറ്റ് പ്രകാരം പറയുന്നുണ്ട്. Appointment of governor. The governor is neither directly elected by the people nor indirectly elected by the special constituent electoral college as in the case with the president. He is appointed by the president by warrant under his hand and seal. അപ്പോഴെന്താണ് ഇവിടെ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇലക്ടറൽ കോളേജ് ആയിട്ടോ ഒന്നും അല്ല എലക്ട് ചെയ്യുന്നത്. പ്രസിഡന്റ് നേരിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ് ഗവർണർ എന്ന് പറയുന്നത്. ഗവർണർ ആവണമെങ്കിൽ ക്വാളിഫിക്കേഷൻ എല്ലാവരെയും പോലെ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ഹി ഷുഡ് ബി എ ഇന്ത്യൻ സിറ്റിസൺ. ഹി ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ഏജ് 35 years. 35 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരെയാണ് ഗവർണർ ആക്കുന്നത്. ഹി ഷുഡ് നോട്ട് ബി എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് പാർലമെന്റ്. ഒരിക്കലും അദ്ദേഹം രാജ്യസഭയുടെയോ ലോകസഭയുടെയോ മെമ്പർ ആവാൻ പാടില്ല. ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി അതർ ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. അതുപോലെ തന്നെ ശമ്പളം വാങ്ങുന്ന വേറെ ഒരു ഓഫീസിലും വർക്ക് ചെയ്യുന്ന ആളാകാനും പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. ഓക്കെ, അപ്പം മൊഡ്യൂൾ 3യുടെ ബാക്കി പോർഷൻസ് പഠിച്ചു. പിന്നീട് മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മൊഡ്യൂൾ 4 സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, ഗവർണറുടെ ക്വാളിഫിക്കേഷൻ വരെ പഠിച്ചു. അപ്പോൾ ഇതുപോലെ നമുക്കിനി ഗവർണറുടെ പവർ പഠിക്കണം. പിന്നെ അതുപോലെ ചീഫ് മിനിസ്റ്ററിനെ പറ്റി പഠിക്കണം, അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പഠിക്കണം. അപ്പോൾ അങ്ങനെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പറ്റിയൊക്കെ പഠിക്കുമ്പം ഈ യൂണിറ്റ് കഴിയും. നേരത്തതുമായിട്ട് നമ്മൾ എന്താണ് കൺട്രി ഒന്നാകെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇതിന് നമ്മൾ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതേ ഉള്ളൂ ഈ 2 യൂണിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഏകദേശം കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഓക്കെ.